ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു സ്നാക്ക് കണ്ടാലോ? അതും വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നല്ല വെറൈറ്റിയാണ്. തീർച്ചയായും ഒരു ഗസ്റ്റൊക്കെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് വേഗം കണ്ടു നോക്കാം. അതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. പാത്രം എടുക്കുക. അതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതിലോട്ട് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഈ കോഴിമുട്ട ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി ഉപ്പ് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ടൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്, ചൂട് പാലില്ല കേട്ടോ. നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഒരു 1/4 കപ്പ് ആട്ടപ്പൊടി, അതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പൊടിയില്ല, അതാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പം തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും പൊടി ചേർക്കുക. ആട്ടയോ മൈദയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ വീണ്ടും മൈദയാണ് ചേർക്കുന്നത്, 1/4 കപ്പ്. അപ്പോൾ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുട്ടയ്ക്ക് അനുസരിച്ചിട്ട് പൊടിയിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ പൊടിയുടെ അളവ് ഓരോ മുട്ടയ്ക്കും പാലിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അത് നിങ്ങൾ 2 പൊടി ഉണ്ടെങ്കിൽ മിക്സാക്കിയിട്ട് ഒന്നും കൂടി നല്ല ഇങ്ങനെ കട്ടിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒരല്പം കയ്യിൽ ഓയിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. സോസ് പാൻ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലൊന്ന് ചൂടായിട്ട് വരണം. ഒരു കപ്പിലോട്ട് 1 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളെ കയ്യിൽ എന്താ പറയുക കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി കട്ടകളില്ലാതെ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇവിടെ 3 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറാണ് മഞ്ഞളിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ തന്നെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള പാൽ എന്തായി നോക്കാം. പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് നമുക്ക് കുറുകുന്നത് വരെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നല്ലോണം ഇതാ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതാ പാനിന്ന് ഇങ്ങനെ നമുക്ക് കൈയിടുമ്പോൾ വിട്ട് വരുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഞാൻ 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് ഒരല്പം മൈദ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പരത്തിയെടുക്കണം, തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. എത്രത്തോളം നേരിയതാക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ടാണ് ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് കൊടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് മറ്റൊരട്ടം കൂടി എടുത്തിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡും വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിറവിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ പ്ലേറ്റിൽ വെക്കാൻ പറയുന്ന നിറവിടുമ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്താൽ ഒന്ന് പിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതേപോലെ അങ്ങനെ ഫുള്ളിലും ഇതേപോലെ ആക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. നല്ല വെറൈറ്റിയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോന്നും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും ഇതേപോലെ ഒന്ന് പൊള്ളിക്കിട്ടണം. ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ റെസിപ്പി. കണ്ടില്ല, ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.